എറണാകുളം കാലടിയിൽ ഏകദേശം 1 മാസം മുൻപ് നടന്ന കവർച്ച. പച്ചക്കറിക്കടയിലെ കാഷ്യറെ ആക്രമിച്ച് തട്ടിയെടുത്തത് 22 ലക്ഷം രൂപയാണ്. പോലീസിന്റെ മികവുറ്റ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് 9 പേർ. എല്ലാവരും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ക്രിമിനൽ പട്ടികയിലുള്ളവരും. ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു ലക്ഷങ്ങൾ കവർന്ന് കടന്നുകളഞ്ഞത്. പച്ചക്കറിക്കടയിലെ കളക്ഷൻ തുകയുമായി സ്കൂട്ടറിൽ പോയ കാഷ്യറെ കുത്തിവീഴ്ത്തി 22 ലക്ഷം രൂപ കവരുകയായിരുന്നു. കഴിഞ്ഞ മാസം 27-നാണ് സംഭവം. കൊടുങ്ങല്ലൂർ കോതപറമ്പ് കുറശ്ശേരി വീട്ടിൽ വിഷ്ണുപ്രസാദ്, പെരിഞ്ഞനം 3 വീടിക ഇല്ലത്ത് വീട്ടിൽ അനീസ്, വരന്തരപ്പള്ളി ഇല്ലത്ത് അൻസാർ, ലോകമല്ലേശ്വരം വീട്ടിൽ ഷൈമു, പെരിഞ്ഞനം സ്വദേശി അഭിഷേക്, 3 വീടിക സ്വദേശികളായ സൽമാൻ, ഫിറോസ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പച്ചക്കറിക്കടയിലെ കാഷ്യർ ഡേവിസാണ് ആക്രമിക്കപ്പെട്ടത്. സ്കൂട്ടറിൽ പോയ ഡേവിസിനെ മോട്ടോർ സൈക്കിളിൽ വന്ന പ്രതികൾ വാഹനം വട്ടം വെച്ച് മറിച്ചിട്ട് പണം കവരുകയായിരുന്നു. താഴെ വീണ ഡേവിസിന്റെ കാലിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് സ്കൂട്ടറിന്റെ ബോക്സിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നത്. ഡേവിസ് പണവുമായി ഇതുവഴി വരുന്നതായി അനിൽകുമാർ നൽകിയ വിവരത്തെ തുടർന്നാണ് 1ഉം 2ഉം പ്രതികൾ ചേർന്ന് പണം കവർച്ച നടത്തിയത്. ഡേവിസ് ജോലി ചെയ്തിട്ട് ഈ കളക്ഷൻ പോകുന്ന സമയത്ത് ഈ 2 പേർ ഒരു ബ്ലൂ യാമഹ R15 ബൈക്കിൽ വന്നിട്ട് they intercepted him. പിന്നെ ഒരു പേപ്പർ സ്പ്രേ ഒരാൾ പുറകിൽ ഇരിക്കുന്ന ഒരാൾ പേപ്പർ സ്പ്രേ ഉപയോഗം ചെയ്തിട്ട് ഇയാളിന്റെ മുഖമിൽ പേപ്പർ സ്പ്രേ അടിച്ചിരുന്നു. മാത്രമല്ല പിന്നെ ഒരു നൈഫിനെ സ്റ്റാബ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 20-21 ലാക്സ് ഉള്ള ഒരു റോബറി ഉണ്ടായിരുന്നു. അനിൽകുമാർ മറ്റൊരു കേസിൽ ഇരിങ്ങാലക്കുട ജയിലിൽ കഴിയുകയാണ് മറ്റു 2 പ്രതികളെ പരിചയപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്നും പോലീസ് പറഞ്ഞു. കവർച്ച ചെയ്ത പണം പങ്കുവച്ച ശേഷം വിഷ്ണുവും അനീസും 2 വഴികളിലായി രക്ഷപ്പെട്ടു. വിഷ്ണുവിനെ പഴനിയിൽ നിന്നും അനീസിനെ വയനാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അനീസിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഇയാളുടെ സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ എല്ലാം തന്നെ പേരിൽ പല സ്റ്റേഷനുകളിലായി വിവിധ കേസുകളുണ്ടെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു. പെരുമ്പാവൂർ ഡിവൈഎസ്പി, ഇൻസ്പെക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.